നെക്സ്റ്റ് സൊല്യൂഷൻ ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് വിത്ത് ഹെൽപ്പ് ഓഫ് മെട്രിസസ് ആണ്. മെട്രിസിൻ്റെ സഹായത്തോടെ നമ്മൾ എങ്ങനെ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ കൺസിഡർ എ ബി സി ഡി എക്സ് വൈ ഇസ് ഈക്വൽ ടു കെ എൽ എന്നൊരു മെട്രിക്സ് ആണെങ്കിൽ ഇതിനെ നമുക്കൊരു ഇക്വേഷനായിട്ട് സിംപ്ലിഫൈ ചെയ്യാം. എ എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു കെ, സി എക്സ് പ്ലസ് ഡി വൈ ഇസ് ഈക്വൽ ടു എൽ എന്നൊരു ഇക്വേഷനായിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അപ്പം ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നിടത്താണ് മെട്രിക്സ് യൂസ് ചെയ്തിട്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നമുക്ക് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആണ്. 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 4, 4x പ്ലസ് 5y ഇസ് ഈക്വൽ ടു 6. ഇതിനെ മെട്രിക്സ് ഇക്വേഷൻ്റെ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സാധാരണ ഒരു സൈമൾട്ടേനിയസ് ഇക്വേഷനാണ്. അതിനെ മെട്രിക്സിൻ്റെ ഫോമിലേക്ക് എഴുതുക എന്ന് പറയുമ്പോൾ കോഎഫിഷ്യൻസ് എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻസ് 2ഉം 3ഉം 4ഉം 5 ആണ്. കോഎഫിഷ്യൻ മെട്രിക്സ് അതാണ് എ. ഇനി 4ഉം 6ഉം കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ മെട്രിക്സ് എക്സും വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് അൺനോൺ മെട്രിക്സ്. ആ രീതിയിലേക്ക് നമ്മൾ എഴുതുകയാണ് ചെയ്യുക. 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 4 അങ്ങനെ രണ്ട് സൈമൾട്ടേനിയസ് ഇക്വേഷൻ കാണുമ്പോൾ കോൺസ്റ്റൻറ്റ് മെട്രിക്സ് എഴുതണം, കോഎഫിഷ്യൻ മെട്രിക്സ് എഴുതണം, വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള എക്സിൻ്റെയും വൈ ആണെങ്കിൽ ആ അൺനോൺ വാല്യൂ മെട്രിക്സും എഴുതണം. അപ്പം അങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അത് എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ള ഒരു രൂപത്തിലേക്ക് വരിക. അതാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി 3 ഇക്വേഷൻസ് തന്നിരിക്കുകയാണ്. 2x പ്ലസ് 3y പ്ലസ് 5z ഈക്വൽ ടു 7, 5x പ്ലസ് 4y പ്ലസ് 7z ഈക്വൽ ടു 9, 3x മൈനസ് 7y പ്ലസ് 8z ഈക്വൽ ടു 10. എക്സ്പ്രസ് ദിസ് ഇക്വേഷൻ ഇൻ ടു മെട്രിക്സ് ഇക്വേഷൻ ഫോം. ഇത് സാധാരണ സൈമൾട്ടേനിയസ് ഇക്വേഷനാണ്. നമ്മളോട് ഇതിനെ മെട്രിക്സ് ഇക്വേഷൻ എ എക്സ് ഈക്വൽ ടു ബി ആയിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിന്ന് കോഎഫിഷ്യൻ മെട്രിക്സ് എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും കോഎഫിഷ്യൻറ്റുകൾ മാത്രം വെച്ചിട്ടൊരു മെട്രിക്സ്, കോൺസ്റ്റൻറ്റ് 7, 9, 10 എന്നുള്ള കോൺസ്റ്റൻറ്റ് മാത്രം വെച്ചിട്ടൊരു മെട്രിക്സ്, അതാണ് എയും ബിയും. കോഎഫിഷ്യൻ്റ് വെച്ചിട്ടുള്ള മെട്രിക്സിനെ എ എന്നും കോൺസ്റ്റൻറ്റ് വെച്ചിട്ടുള്ള മെട്രിക്സിനെ ബി എന്നും. കണ്ടുപിടിക്കാനുള്ള വാല്യൂ എക്സ് വൈ സെഡ് ആണ്. ആ മെട്രിക്സിനെ എക്സ് എന്നും. അപ്പോൾ ആ രീതിയിൽ എഴുതാനാണ് നമ്മളോട് പറയണത്. എന്ന് വെച്ചാൽ 2, 3, 5, 5, 4, 7, 3 മൈനസ് 7, 8 എന്നുള്ളത് എ, എക്സ് വൈ സെഡ് എന്നുള്ളത് എക്സ്, 7, 9, 10 എന്നുള്ളത് ബി. അതാണ് എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമുള്ളൊരു മെട്രിക്സ്. ക്ലിയർ? ഇനി മെത്തേഡ് ഓഫ് സോൾവിങ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ. സൈമൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മെട്രിക്സ് യൂസ് ചെയ്തിട്ടോ സൈമൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സോ നമ്മൾ ആദ്യം എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിലേക്ക് ആക്കുക. തന്നിരിക്കുന്ന സൈമൾട്ടേനിയസ് ഇക്വേഷനെ അൺനോൺ വാല്യൂ മെട്രിക്സ് എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അതെന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ബി ബൈ എ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ആണ്. 1/a എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ആണ്. അപ്പോൾ എ ഇൻവേഴ്സ് ബി. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ എ ഇൻവേഴ്സ് വിത്ത് ബി. അപ്പോൾ നമുക്ക് എക്സ് കിട്ടും, വിച്ച് വിൽ ബി ദ സൊല്യൂഷൻ ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി വരും. എക്സാമ്പിൾ: solve the following equations. 2x minus 3y equal to 3, 4x minus y is equal to 11. ഇതിനെ മെട്രിക്സ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എ എക്സ് ഈക്വൽ ടു ബി എന്ന് ആദ്യം എഴുതണം. എ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ മെട്രിക്സ്, എക്സ് എന്ന് പറയുന്നത് അൺനോൺ വാല്യൂ മെട്രിക്സ്,
ബി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് മെട്രിക്സ്. അപ്പോൾ ഇവിടെ 2 3 4 1 അതാ 2 -3 സൈനും കൂടി കൺസിഡർ ചെയ്യണം. 4 -1 അതാണ് നമ്മുടെ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എ. 3 11 ആണ് നമ്മുടെ കോൺസ്റ്റൻറ്റ് മെട്രിക്സ് ബി. എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അത് എക്സ് വൈ. അപ്പോൾ ഈ രീതിയിൽ എ എക്സ് ഈക്വൽ ടു ബി എന്ന് നമ്മൾ ആദ്യം എഴുതി. അപ്പോൾ നമുക്കറിയാം എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ആണ്. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ. നമ്മൾ ആദ്യം ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിച്ചു. ഡിറ്റർമിനൻ്റ് 2 -3 4 -1 -2 പ്ലസ് -2 -12 അപ്പോൾ അത് +12 അത് 10 എന്ന് വരും. സോ അത്രയും കണ്ടുപിടിച്ചു. ഇനി കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അഡ്ജോയിൻ്റ് ആണെങ്കിൽ കോഫാക്ടർസ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസാണ്. സോ കോഫാക്ടർ കണ്ടുപിടിക്കണം. ആൽഫ 1 1 എന്ന് പറഞ്ഞാൽ -1 ഹോൾ റേസ് ടു 1 + 1 ഡിറ്റർമിനൻ്റ് -1 അത് -1 എന്ന് കിട്ടും. ആൽഫ 1 2 എന്ന് പറഞ്ഞാൽ -1 റേസ് ടു 1 + 2 ഡിറ്റർമിനൻ്റ് 4 -4 എന്ന് കിട്ടും. ആൽഫ 2 1 എന്ന് പറഞ്ഞാൽ -1 റേസ് ടു 2 + 1 ഡിറ്റർമിനൻ്റ് -3 3 എന്ന് കിട്ടും. ആൽഫ 2 2 എന്ന് പറഞ്ഞാൽ -1 റേസ് ടു 2 + 2 ഡിറ്റർമിനൻ്റ് 2 2 എന്ന് കിട്ടും. അപ്പോൾ അഡ്ജോയിൻ്റ് എ എന്ന് പറഞ്ഞാൽ -1 3 -4 2 എന്ന് കിട്ടും. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ ആണ്. സോ ഡിറ്റർമിനൻ്റ് എ അതായത് -1 3 -4 2 by 10 അതിനെ നമുക്ക് 1/10 ഇൻറ്റു ഈ രീതിയിൽ എഴുതാം. -1 3 -4 2 എന്ന് നമ്മൾ -1/10 -3 ആ രീതിയിലേക്ക് എഴുതണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി. സോ യു വിൽ ഗെറ്റ് ഇൻവേഴ്സ്. ഇനി എക്സ് വൈ എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ബി എന്നാണ്. എ ഇൻവേഴ്സ് നമുക്കറിയാം 1/10 ഇൻറ്റു -1 3 -4 2 ആണ്. ബി 3 11 ആണ്. സോ നമ്മൾ 1/10 അവിടെ തന്നെ വെക്കുക. എന്നിട്ട് മറ്റ് രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. -1 × 3 + 3 × 3 + 3 × 11 -4 × 3 + 2 × 11 അപ്പോൾ 1/10 ഇൻറ്റു -3 + 33 -12 + 22. സോ 1/10 ഇൻറ്റു 30 10 3 1 എന്ന് കിട്ടും. സോ x = 3 y = 1 കിട്ടി. നെക്സ്റ്റ് സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻസ്. 5x - 6y + 4z = 15. 7x + 4y - 3z = 19. 2x + y + 6z = 46. അപ്പോൾ നമ്മൾ എ എക്സ് ഈക്വലുള്ള ഫോമിൽ എഴുതി. എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ആണ്. അതായത് 5 - 6 4 7 4 - 3 2 1 6 ആണ്. ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺസ്റ്റൻറ്റ് മെട്രിക്സ് ആണ്. 15 90. എക്സ് എന്ന് പറയുന്നത് XYZ എന്നുള്ള മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ XYZ അൺനോൺ. അപ്പോൾ നമ്മൾ എ എക്സ് ഈക്വൽ ടു ബി, അതിന് എക്സ് എ ഇൻവേഴ്സ് ബി. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ. ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻ്റ് 5 - 6 4 7 4 - 3 2 1 6 എന്നുവെച്ചാൽ 5 ഡിറ്റർമിനൻ്റ് 4 - 3 1 6 -6 വരുമ്പോൾ +6 എന്ന് വരും. ഡിറ്റർമിനൻ്റ് 7 - 3 2 6 4 ഡിറ്റർമിനൻ്റ് 7 4 2 1. അപ്പോൾ 5 × 24 - -3 + 6 × 42 - 6 × 42 - -6 + 4 × 7 - 8. 5 × 27 + 6 × 48 + 4 × -1. അപ്പം നമുക്ക് 419 എന്ന് കിട്ടും. ഇനി നമുക്ക് ജോയിൻ മെട്രിക്സ് കണ്ടുപിടിക്കണം. അതിന് കോഫാക്ടേഴ്സ് ആണ്. ആൽഫ 1 1 -1 raised to 1 + 1 ഡിറ്റർമിനൻ്റ് 4 - 3 1 6 അത് 27 എന്ന് കിട്ടും. ആൽഫ 1 2 -1 raised to 1 + 2 ഡിറ്റർമിനൻ്റ് 7 - 3 2 6 അത് -48 എന്ന് കിട്ടും. ആൽഫ 1 3 എന്ന് പറഞ്ഞാൽ -1 raised to 1 + 3 ഡിറ്റർമിനൻ്റ് 7 4 2 1 അത് -1 എന്ന് കിട്ടും. അടുത്തത് ആൽഫ 2 1 -1 raised to 2 + 1 ഡിറ്റർമിനൻ്റ് -6 4 1 6 അത് 40. ആൽഫ 2 2 -1 raised to 2 + 2 ഡിറ്റർമിനൻ്റ് 5 4 2 6 അത് 22.
Alpha 2 3 minus 1 raised to 2 plus 3 determine 5 minus 6 2 1 that is minus 17. Alpha 3 1 minus 1 raised to 3 plus 1 determine minus 6 4 4 minus 3 that is 2. Alpha 3 2 minus 1 raised to 3 plus 2 determinant 5 4 7 minus 3 that is 43. Alpha 3 3 minus 1 raised to 3 plus 3 determinant 5 minus 6 7 4 5 minus 6 7 4 that is 62. അപ്പോൾ അത്രയും വാല്യൂസ് കിട്ടി. അടുത്തത് അഡ്ജോയിൻറ്റ് എ എന്ന് പറഞ്ഞാൽ 27 42 മൈനസ് 48 22 43 മൈനസ് 1 മൈനസ് 17 62. ഇനി എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ. സോ 1/419 ഇൻറ്റു a matrix to adjoint A matrix 27 42 minus 48 22 43 minus 1 minus 17 62 എന്ന് കിട്ടി. So x is equal to A inverse B എന്ന് വെച്ചാൽ 1/419 into 27 42 minus 48 22 43 minus 1 minus 17 62 into 15 19 46. അപ്പോൾ 27 into 15 plus 40 into 19 plus 2 into 46 minus 48 into 15 plus 22 into 19 plus 43 into 46 minus 1 into 15 plus minus 17 into 19 plus 62 into 46 എന്ന് കിട്ടും. So 1/419 into 1257 1676 2514 എന്ന് കിട്ടും. So 346 എന്ന് കിട്ടും. So x equal to 3, y is equal to 4, z is equal to 6.